ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡിജിടെക്കിന്റെ ഒരു ഡ്രൈ ക്യാബിനറ്റ് ആണ്. നിങ്ങൾക്ക് അറിയിക്കും, നമ്മുടെ ക്യാമറാസ് ഒക്കെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നമ്മുടെ ഡസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ മോയ്സ്ചറിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ക്യാബിനറ്റ് ആണത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ക്യാമറാസും അതുപോലെ തന്നെ ആക്ഷൻ ക്യാമറ ആയിക്കോട്ടെ, എന്ത് ക്യാമറാസ് ആയിക്കോട്ടെ, വാട്ടർ പ്രൂഫ് ആയത് വലിയ കുഴപ്പമില്ല നമ്മുടെ ഗോപ്രോ പോലത്തെ. പക്ഷേ എന്നാലും നിങ്ങൾക്ക് അതിൽ ഫംഗസ് കാണാണ്ടിരിക്കാനും ഡസ്റ്റ് കാണാണ്ടിരിക്കാനൊക്കെ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടൊരു സംഭവമാണ് നമ്മുടെ ഈ ഡ്രൈ ക്യാബിനറ്റ് എന്ന് പറയുന്ന സാധനം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഡിജിടെക്കിന്റെ ഒരു ഡ്രൈ ക്യാബിനറ്റ് ആണ്. അപ്പോൾ അത് ആക്ച്വലി ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്. ഇതാണ് അവരുടെ ഇലക്ട്രോണിക് ഡ്രൈ ക്യാബിനറ്റ്. അതിൻ്റെ ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് വണ്ടി ഡെലിവറിയും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എനിക്ക് തോന്നുന്നത് ഞാൻ ഇതൊന്നും പൊളിച്ചിട്ടില്ല. അപ്പോൾ ഈ സാധനം മാത്രം എടുത്ത് വെച്ചത് മാത്രമേ ഉള്ളൂ. നമുക്കിതിൽ ടെമ്പറേച്ചറും മോയ്സ്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. 68% കാണിക്കുന്നുണ്ട്. അത് ഓൾറെഡി ഒരു വേറെ പെൻസിലാട്ടോ, അതിന് സെപ്പറേറ്റ് കറണ്ടൊന്നും വേണ്ട. അപ്പോൾ ഇതിനുള്ളിലേക്ക് നമുക്കിത് ആക്ച്വലി ഓൾവേസ് പവർ ഓൺ ആക്കി ഇടണം, നല്ല കാര്യമുള്ളൂ. അപ്പോൾ നമുക്കിതിൽ ലോക്കും ഉണ്ട്, ലോക്കിംഗ് സിസ്റ്റം നമുക്കിതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ സാധനത്തിൻ്റെ ഈ ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസും കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കമൻറ്റ് പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. മറക്കണ്ട, നിങ്ങളുടെ കയ്യിൽ ക്യാമറാസ് ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒരു സാധനത്തിൽ മാറ്റി വെക്കാൻ മറക്കണ്ട. ഞാൻ ആക്ച്വലി ഇത്ര കാലം വെക്കാറില്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ സോണി ക്യാമറയിൽ ഇതുപോലെ ഫംഗസും ഡസ്റ്റ് ഒക്കെ കയറിയപ്പോഴാണ് ഞാൻ ഇത് ആക്ച്വലി വാങ്ങിച്ചത്. നമ്മൾ നോർമലി സിലിക്ക ജെല്ലിട്ട് വെക്കാനാണ് പതിവ്. പക്ഷേ സിലിക്ക ജെല്ല് നമ്മൾ ഇടയ്ക്കൊക്കെ അത് സൺലൈറ്റ് വെച്ച് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസുകളുണ്ട്. ഇത് 35 ലിറ്ററിൻ്റെ ആണ്. അതിന് ആക്ച്വലി പ്രൈസ് വരുന്നത് 5600 ആ റേഞ്ചൊക്കെയാണ് നമുക്ക് പ്രൈസ് വരുന്നത്. ആമസോൺ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പിന്നെ വേറെ ബ്രാൻഡുകളൊക്കെ ഉണ്ട്. പിന്നെ ഡിജിടെക് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇന്ത്യൻ ബ്രാൻഡാണ്, കുറച്ചുകൂടി സർവീസുകളൊക്കെ കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ എടുത്തത്. പ്രൊമോഷൻ സംഭവമൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ഇതൊരു വന്നേക്കുന്നത് നമുക്കിതൊരു വാറണ്ടി കാർഡും സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നൊരു യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ വരുന്നുണ്ട്. ഇതിൽ എന്തൊക്കെയുള്ളത് നോക്കി നോക്കാം. നമുക്ക് LCD ഡിസ്പ്ലേൻ്റെ സീരീസിലത്തെ സംഭവങ്ങളും ഇൻസ്ട്രക്ഷൻ മാനുവലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തേക്കുന്നത്. എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ ഗ്യാപ്പായിട്ട് വെക്കണം, അടുപ്പിച്ച് നമ്മുടെ ചുമരായിട്ട് വെക്കരുതെന്ന് എഴുതിയിട്ടുണ്ട് ഷെൽഫിലൊക്കെ. അതുപോലെ തന്നെ പ്ലഗിൽ വെക്കണം എന്നൊക്കെ ഫുൾ ഡീറ്റെയിൽസ് സംഭവത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹൗ ടു ഓപ്പറേറ്റ് ലൊക്കേഷൻ ഫോർ യുവർ ഡ്രൈ ക്യാബിനറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഡു നോട്ട് പുട്ട് ദി പ്രൊഡക്റ്റ് ഇൻ പ്ലേസസ് വിത്ത് ലാർജ് ടെമ്പറേച്ചർ ചേഞ്ച്, അതായത് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ സ്ഥലത്തൊന്നും കൊണ്ടുവയ്ക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല, വാണിംഗ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എന്തൊക്കെ അക്സസറീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡോർ കീ ഉണ്ട്, അഡാപ്റ്റർ ഉണ്ട്, മാനുവൽ ഉണ്ട്, സ്പോഞ്ചസ് ഉണ്ട്. 2 ടൈപ്പ് സ്പോഞ്ചസ് ഉണ്ട്. അവരുടെ താഴത്തെ ഫ്ലാറ്റ് സ്പോഞ്ചസ് ആണ് നമുക്ക് അക്സസറീസ് വെക്കാനുള്ളത്. ക്യാമറ സംഭവങ്ങളൊക്കെ മുകളിൽ നമ്മുടെ ലെൻസസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ നോർമലി അങ്ങനെ ലെൻസ് വെക്കാറില്ല. എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം റെഗുലറായിട്ട് തന്നെ നമുക്ക് വീഡിയോ പർപ്പസിന് ആവശ്യം വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെക്കാറില്ല. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഡീഹ്യൂമിഡിഫയർ സംഭവമൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ എന്താ പറയുക, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കാണില്ലേ, അതുപോലത്തെ ഒരു നോബൊക്കെ അതിൻ്റെ ഉള്ളിൽ കാണാം കേട്ടോ. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസും പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ ഒരു എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നല്ലതാണ്. പിന്നെ നമുക്കിതിൽ ഒരു ബോക്സ് ഉണ്ട്, അത് അഡാപ്റ്റർ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ കീയും ഉണ്ട്. അപ്പോൾ ഞാൻ കീ കാണിച്ചു തരാം. 2 കീ വരുന്നുണ്ട് കേട്ടോ. നോർമൽ 2 കീ വരുന്നുണ്ട്. ഇതാണ് കീ വരുന്നത്. ഈ 2 കീസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാനുള്ള 2 കീ. അപ്പോൾ ഇതാക്കി കഴിഞ്ഞാൽ ലോക്കായി കണ്ടു. അപ്പോൾ അൺലോക്കായി കണ്ടു. അപ്പോൾ ഇതിലേക്ക് വന്നാലും പൊടി ഉണ്ടാക്കി. അപ്പോൾ ഞാൻ അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ നല്ല പൊടിയാണ് കേട്ടോ. എല്ലായിടത്തും നല്ല പൊടിയാണ്. അപ്പോൾ കേരളത്തിലൊക്കെ എല്ലായിടത്തും നല്ല പൊടികളാണ്. പൊടി ഭയങ്കര ശല്യ സാധനങ്ങൾക്ക് ഈ ക്യാമറാസിന് സംഭവമൊക്കെ കേട്ടോ. അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ അഡാപ്റ്റർ വരുന്നത്. അപ്പോൾ ഇത് എത്ര വാട്ടിൻ്റെ നോക്കട്ടെ. ഇത് 5 വോൾട്ട് 2 ആംപിയർ ആണ്. അപ്പോൾ 10 വാട്ടിൻ്റെ അഡാപ്റ്ററാണ്. ഇപ്പോൾ ഈ സാധനം 7 നേരം ഇതിൽ കുത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് ക്യാമറാസ് അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് ബില്ലിനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 വാട്ടിൻ്റെ ആയതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് ബാധിക്കില്ല എന്ന് പറയാം. ഇപ്പോഴത്തെ നമ്മുടെ എന്താ പറയുക, KCBയുടെ പരിപാടിയൊക്കെ അറിയില്ലോ, സെസ്സും വാങ്ങിയും പിണ്ണാക്കൊക്കെ ആയിട്ട് കുറേ സമ്പാദിച്ച് കയറി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നോർമൽ യൂസ് ചെയ്യാനായിട്ട് ഒരു 10 വാട്ടിൻ്റെ ബൾബ് നമ്മൾ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഫുൾ ടൈം ഇട്ട് വെച്ച പോലെ ഇരിക്കുന്നു മാത്രം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ച് കാണിച്ചു തരാം. അതുപോലെ തന്നെ പ്ലഗും കാര്യങ്ങളൊക്കെ കുത്തിയിരുന്ന് കാണിച്ചു തരാം കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല സെപ്പറേറ്റ്. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു നോബ് ഉണ്ട് കേട്ടോ. ആ നോബ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. നോർമലി 50 തൊട്ട് 40% നമുക്ക് ഹ്യൂമിഡിറ്റി മതി നമ്മുടെ ക്യാമറാസിനും കാര്യത്തിലൊക്കെ. ജസ്റ്റ് നമ്മുടെ നോബ് ആ C to D A to E വരെ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അത് നമ്മൾ C to D ആക്കിയാൽ മതിയിട്ട്, വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും നമ്മുടെ ക്യാമറാസ് വെക്കാം. അപ്പോൾ ഒരു ക്യാമറ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ 2ാമത്തെ ക്യാമറയാണ്, R50 എന്ന് പറഞ്ഞൊരു ക്യാമറയാണ്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഇതിലേക്ക് വെക്കാം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അക്സസറീസും സംഭവങ്ങളൊക്കെ വെക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്കിതൊരു
ക്യാമറ മാത്രം വെക്കാനുള്ള ഒരു വാർഡ്രോബ് പോലെ ഉപയോഗിക്കാൻ കൂടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇത് ഫുള്ള് വെക്കാനുള്ള ക്യാമറ ലെൻസും ക്യാമറ സംഭവമൊന്നും ഇല്ല എൻ്റെ. ആകെ 2 ക്യാമറ ഉള്ളൂ, പിന്നെ ആക്ഷൻ ക്യാമറാസും സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആക്ഷൻ ക്യാമറാസും ഞാൻ അതിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ആക്ഷൻ ക്യാമറ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഓൾറെഡി DJI 4 ഉണ്ട്, DJI Action 4 ഉണ്ട്. ഞാൻ Pocket 3 ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഇപ്പോൾ റീസെൻ്റ്ലി വരും. അപ്പോൾ ഞാൻ എന്തുപറഞ്ഞും ഇവിടെ വെച്ചു. ഇതെൻ്റെ Action 4 ആണ് കേട്ടോ, DJIൻ്റെ Action 4 ആണ്. DJI നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ഈ GoProയിലേക്കൊന്നും പോകണ്ട, GoPro തല്ലിപ്പൊളിയാണ്. ഞാൻ 9ഉം 10ഉം GoPro ഉപയോഗിച്ചിട്ട് മതിയായിട്ട്, വൃത്തിയായിട്ട സാധനം മതിയായിട്ട് ഞാൻ നിർത്തി മാറ്റിയതാണ്. ലാസ്റ്റ് DJI വാങ്ങിച്ചപ്പോഴാണ് സമാധാനമായത്. DJIൻ്റെ പകുതി അടുത്ത് പോലും എത്തില്ല, അങ്ങനത്തെ കൂറ സാധനമാണ് GoPro. വൃത്തിയായിട്ട സാധനം. അത് ഞാൻ ചിലവാകാൻ തന്നെ പെട്ട പാട്. ആ സാധനം ഉണ്ടല്ലോ ഹീറ്റിംഗ് ആയിട്ട്. ഇപ്പോൾ ഒരു നമ്മൾ 64 GB ഒരു മെമ്മറി കാർഡ് കഴിഞ്ഞാൽ അതിൽ 30% ഫുള്ളായി കഴിഞ്ഞാൽ തന്നെ സാധനം ഹീറ്റായി സ്റ്റക്കായി തുടങ്ങും. ഇപ്പോൾ 13 ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ട് അതിൽ കുറച്ചൊക്കെ ഒരു പ്രൊസസ്സർ സംഭവമൊക്കെ മാറ്റിയിട്ട് എന്നാലും ഹീറ്റിംഗ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട് GoProൻ്റെ ഹീറ്റിംഗ് സംഭവമൊക്കെ കേട്ടാ. അപ്പോൾ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യാത്തൊരു സാധനം GoPro. പക്ഷേ ഇപ്പോൾ പ്രൈസൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്നുണ്ട്. പണ്ട് ഞാൻ ഹീറോ 9 വാങ്ങിച്ച തന്നെ 45,000 48 സംതിങ് ആണായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു 36-37 അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഏത് ക്യാമറാസ് ആയാലും അതുപോലെ തന്നെ ക്യാമറാസിൻ്റെ ലെൻസസ് ആയാലും എന്ത് സംഭവമായാലും ഒരു ഡ്രൈ ക്യാബിനറ്റ് വാങ്ങിച്ചു വെക്കുകയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിക്കാത്ത ഒരാളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. ഞാനിപ്പോൾ എൻ്റെ ക്യാമറ എല്ലാ അക്സസറീസും വെക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇത് വാങ്ങിച്ചത്. അല്ല, 2 ക്യാമറ മാത്രം വെച്ചാൽ എൻ്റെ ഇത് ഫുള്ളാവില്ല. എൻ്റെ ക്യാമറാസും ആക്ഷൻ ക്യാമറാസും അതുപോലെ തന്നെ ക്യാമറാസിൻ്റെ അക്സസറീസും മൈക്കും അങ്ങനെ സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ 35 ലിറ്ററിൻ്റെ ഒരു ഡ്രൈ ക്യാബിനറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ആമസോണിലുണ്ട്. ഞാൻ എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ കൊടുക്കാം, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വാങ്ങിക്കാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്കൊക്കെ നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു. നോർമൽ ഒരു അൾമാരി പോലെ തന്നെ, ഗ്ലാസ് ഉള്ള ഒരു അൾമാരി പോലെ തന്നെ കേട്ടോ, വേറെ സംഭവമൊന്നുമില്ല. ബ്ലാക്ക് കളർ മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത കാണാം. എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റിൽ പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനലാണിത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 2 മെയിൻ ചാനൽസ് ഓണത്തിൽ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീട്ടിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത കാണാം. ബൈ.